ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കറൻ്റ്ലി എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജീസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ യൂണിവേഴ്സിന് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഗൈഡൻസ് മെസ്സേജ് കൂടി നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് 4 ഓഫ് പെൻഡിക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇവിടെ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ ഒരു എനർജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു പക്ഷേ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി പൊതുവെ ആളുകളുമായിട്ട് അത്ര പെട്ടെന്നൊരു ക്ലോസ് ആവുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ അവരോട് ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പോലും ഒരു സേഫ് ഡിസ്റ്റൻസിൽ മാറ്റി നിർത്തുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കാം. അതായത് അത്രയധികം ഒരു ക്ലോസ് ആവാൻ അല്ലെങ്കിൽ ഒരു ഇന്റിമസിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ചില കടുംപിടുത്തങ്ങൾ അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധി ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉള്ളതായിട്ട് കാണാം. അതായത് ഇവിടെ നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ജെനുവിനിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഇതെല്ലാം എന്താണ് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കണം. അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫോഴ്സ്ഫുള്ളി നമ്മളിപ്പോൾ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വിട്ട് എവിടേക്കെങ്കിലും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതായിരിക്കാം. ആ ഒരു തരത്തിൽ നിങ്ങളെ വിട്ട് ഇവർ പോകരുത് എന്ന രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കടുംപിടുത്തം എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടൊരു മറ്റൊരു ലൈഫിലേക്ക് പോകുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരില്ലാത്ത നിങ്ങളുടെ ഒരു ലൈഫിനെ കുറിച്ചോ നിങ്ങൾക്ക് ഒരു തരത്തിലും ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഏത് വിധേനയും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതായത് ആ ഒരു 10 ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ ഒരു ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അതായത് ഇതിനകത്തുള്ള നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്വസ്ഥതയും സമാധാനവും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏത് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും ആകെ മനസ്സ് പിടയുന്ന ഒരവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ഒരു എയിം അല്ലെങ്കിൽ ഒരു പ്ലാൻ എല്ലാം നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകാം. അപ്പൊ ആ ഒരു ലെവലിലേക്കൊന്നും ഇത് കൊണ്ടുപോകാത്തത് കൊണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും വിചാരിച്ചതുപോലെ നടക്കാത്തത് കൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരാത്തത് കൊണ്ടൊക്കെ നിങ്ങൾ വല്ലാതെ ആകെ ഒരു സഫോക്കേറ്റഡ് ആയിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഊണിലും ഉറക്കത്തിലും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെ നിങ്ങൾ ആലോചിച്ചൊക്കെ നടക്കുന്നുണ്ടാവാം. നിങ്ങൾ കൂടുതലും ആ ഒരു ഇത് തന്നെ ചിന്തിച്ച് ചിലപ്പോൾ ഒരു ടെൻഷനിലൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാകാം അത്രയധികം ഒരു എനർജി ഇതിനകത്തേക്ക് ഇടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാനൊന്ന് കാമായിട്ട് ഇരിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈമിൽ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അറിയാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു ആക്ഷനോ കാര്യങ്ങളൊക്കെ വരിക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ അനക്കം ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മതി. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വീണ്ടും പാനിക്കായി പോകുന്നു. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ് നിങ്ങളിപ്പോൾ ആ ഒരു എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അത് ഒരു സ്റ്റേബിൾ ആയിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് കൺസിഡർ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ വളരെ ഒരു മെച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ തിങ്ക് ചെയ്യുന്നു. നിങ്ങൾ വളരെ സീരിയസ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഇൻമെച്യൂർ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയധികം ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് അവർക്ക് വരാനായിട്ട് പറ്റിയിട്ടില്ല. അത് അവരുടെ ഒരു ഏജ് വൈസോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പൊതുവെയുള്ള രീതി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് ഉയരാനായിട്ട് കഴിയും അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ അവരിൽ നിന്ന്
അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കൂടുതലും അസ്വസ്ഥമാകുന്നത് അല്ലെങ്കിൽ നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു പാരലായിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പേഴ്സണെ ഫോക്കസ് പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ചിലവരുടെ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പമായിരിക്കും എപ്പോഴും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവർ വേണ്ടുന്ന ഒരു അറ്റൻഷനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പ്രിവിലേജസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വ്യക്തി തരുന്നുണ്ടാവില്ല. അപ്പോൾ അവരുടെ ഒരു ഫോക്കസ് ഒരു തേർഡ് പാർട്ടിയിലേക്കായിരിക്കാം. അല്ല ഇനിയിപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ലെസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഫീലിങ്സ് അവർ കൂടുതലും ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു തേർഡ് പാർട്ടിയാണ്. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവരിപ്പോൾ അവരുടെ ഒരു ഇൻപുട്ട് ഇടുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് ആകുലപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കൂടുതൽ ഒരു ഫോക്കസ് കൊടുക്കുന്ന ആർക്കാണെന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം പിൻവലിഞ്ഞ് ഇവർ കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം. അല്ലെങ്കിൽ നിങ്ങളും ഈ ഒരു പേഴ്സണും ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലോകം. ഈ വ്യക്തിയും നിങ്ങളും അല്ലാതെ മറ്റാരെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ വളരെ ഒരു ക്ലാരിറ്റി ആയിട്ട് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ എന്ന രീതിയിൽ ഇരുന്ന് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല, അതിനുള്ള അവസരം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം തുറന്ന് പറയാനുള്ളത് ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇതിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റിൽ പോവുകയായിരിക്കാം രണ്ടുപേരും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വല്ലപ്പോഴും സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവര് നിങ്ങൾക്ക് പിടിതരുന്നുണ്ടാവില്ല. എപ്പോഴും ഇവര് ഒരു തിരക്കായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ എക്സ്ക്യൂസസ് പറഞ്ഞ് ഒഴിയുന്നുണ്ടാകാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഇവർ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ടാകാം, ചിലപ്പോൾ ആർഗ്യുമെന്റ്സ് ഉണ്ടാകാം. അപ്പോൾ ആ ഒരു തരത്തിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഇത് ശരിയാവാത്തത് പോലെയുള്ള ഒരു ഫീലിങ്സ്. എന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഈ ഒരു പേഴ്സണോട് പറയാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് അറിയാനുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ടാവാം പരസ്പരം ഈ ഒരു പേഴ്സണോട് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പക്ഷെ നിങ്ങൾക്കത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മളിവിടെ ആദ്യമേ പറഞ്ഞത്. നിങ്ങളിപ്പോൾ ആ ഒരു കടുംപിടുത്തത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ആ ഒരു ബലം പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇനി വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് വന്ന് പറയട്ടെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മുന്നിൽ വന്നിട്ട് സറണ്ടർ ആകട്ടെ എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്. നിങ്ങൾ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരമായിട്ട് അവനവനെ തന്നെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു വശം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് വ്യക്തികളാണ് ഇങ്ങനെ പരസ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജെനുവിനിറ്റി ഇതൊന്നും ഈ ഒരു പേഴ്സൺ കണ്ടതായിട്ട് ഭാവിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു അറ്റൻഷൻ ഇവർ തരുന്നില്ല. ഒരു പക്ഷേ ഇവരായിരിക്കാം നിങ്ങളെ നിർബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അഷുറൻസ് ഒക്കെ തന്ന് നിങ്ങളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷെ അതൊന്നും ഇവര് അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കുകളെല്ലാം ഇവര് തെറ്റിച്ച് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ഒരുപാട് അസ്വസ്ഥമാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രത്തോളം വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ. ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ജീവൻ കൊടുത്തും നിലനിർത്തും എന്ന് പറയുന്ന പോലെ നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സന്റെ വാക്കിനെ വിശ്വസിച്ചത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിലല്ല അവരുടെ ഒരു പ്രവൃത്തി എന്ന് കാണുമ്പോൾ നിങ്ങൾ അങ്ങേയറ്റം ദേഷ്യപ്പെടുകയും വിഷമിക്കുകയും ആകെ ഒരു വല്ലാത്തൊരു ഹൊറിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ന്യായീകരണങ്ങളും ഒക്കെ ഉണ്ട്, അതിനൊക്കെ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അല്ലാതെ ഈ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന ഒരു കാര്യമായിരിക്കാം, അവർ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടാകാം. ഇനിയിപ്പോൾ ഒരു പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഫാമിലിയോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ
എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് അത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി കൂടെ, അല്ലെങ്കിൽ ഈ ഒരു തരത്തിലാണ് ഇപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത് എന്നുള്ള ഒരു രീതിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ചിലപ്പോൾ നേരത്തെ നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റി ടൈമും കാര്യങ്ങളും എല്ലാം തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു തരത്തിൽ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹത്തിനൊത്ത് തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയിരുന്നവരായിരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ശരികൾ ഇങ്ങനെയാണ്, എന്നെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടിയുടെ ഇൻറ്റൻഷൻ നല്ലതല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ അതൊന്നും ചെവിക്കൊള്ളണമെന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ എത്ര വലിയൊരു കാര്യമായിട്ട് ഇവർ എടുക്കണമെന്നില്ല. ചിലപ്പോൾ ഇതുപോലുള്ള ഈ ഒരു തേർഡ് പാർട്ടിയുടെ വാക്ക് കേൾക്കില്ല, നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും എന്നുള്ളൊരു പ്രോമിസിലായിരിക്കാം ആ ഒരു പേഴ്സൺ മുന്നോട്ട് പോയത്. പക്ഷെ അതെല്ലാം അവർ തെറ്റിച്ചു. അതായത് നിങ്ങളുടെ ആ ഒരു 10 ഓഫ് കപ്സ് എന്നുള്ള ആ ഒരു ഡ്രീം, ആ ഒരു ഡ്രീമിൽ നിങ്ങളിപ്പോൾ താഴേക്ക് വരേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു വാക്കും പ്രോമിസസും എല്ലാ കാര്യങ്ങളും പിൻവലിച്ചു. അവരിപ്പോൾ അവരുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അവരൊട്ടും നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് ഇത്രയും ഒരു ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒന്ന് നോക്കി കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു വാക്കുകളും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് ഫീൽ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയല്ല, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അത് പറയുന്നത് അവർ മനസ്സിലാക്കുന്നില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഇതിനകത്ത് വളരെ സൈലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലെസ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ കാര്യമായിട്ട് ഗവനിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ അവർ മിണ്ടാതിരിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ വഴക്കാണ്, എന്നാൽ പിന്നെ മിണ്ടാതിരിക്കാം എന്നുള്ള ആ ഒരു എനർജിയിലാണ്. അപ്പോൾ അവരും അവരെ തന്നെ ന്യായീകരിക്കുന്ന നിങ്ങളും നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നതായിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ രണ്ടുപേരെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നു, അവരെ തന്നെ ന്യായീകരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരും അങ്ങനെ തന്നെ ന്യായീകരിക്കുന്നു, നിങ്ങളും നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നതായിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് പറ്റുന്നത്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ കുറച്ച് ആളുകളിൽ നിന്ന് ഒന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകളെ തലയിൽ കയറ്റി വെക്കുന്ന ഒരാളല്ല, ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക, ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇത്രയും നിങ്ങളെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാടൊക്കെ തന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ചത് ഈ ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ പൊതുവേ ഒരു പേഴ്സൺ അധികം ആളുകളെ ഒന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ എല്ലാവരും ഒരു സേഫ് ഡിസ്റ്റൻസിലൊക്കെ നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അത്രയധികം നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ ഇതിനകത്ത് ആക്കിയിട്ട് ഈ ഒരു പേഴ്സൺ വളരെ ലേസി ആയിട്ട് ഇത് നോക്കി കാണുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു സീരിയസ്നെസ് അവർ ഇതിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഒരു തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് അതൊരു ഇല്യൂഷനല്ല, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഒരു പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു പേഴ്സണെ. ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഒന്നില്ലെങ്കിൽ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിലൂടെയോ, അല്ലെങ്കിൽ അത്രയധികം ഒരു സ്നേഹം കാണിച്ചിട്ടോ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണെ കൂടുതലായിട്ടും അവരിലേക്ക് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവരിലേക്ക് ഒരു ഫോക്കസ് കൊണ്ടുവരുന്നത് ആ ഒരു തരത്തിലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു തേർഡ് പാർട്ടി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്, കംപ്ലീറ്റ്ലി അവരെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഇല്യൂഷനാണ്, അല്ലെങ്കിൽ ഇവരെ പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്നതാണ് എന്നുള്ളത് നിങ്ങൾക്ക് നല്ലോണം അറിയാം. പക്ഷെ നിങ്ങൾ എത്രത്തോളം പറഞ്ഞിട്ടും നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അവർ ആ ഒരു ഇല്യൂഷനകത്ത് പെട്ടിങ്ങനെ കിടക്കുകയാണ് എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അടർത്തി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു പാനിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു
സിറ്റുവേഷനാണ് കാണാനായിട്ട്. കൂടുതലായിട്ടും നിങ്ങൾ ഒരു പാനിക് അവസ്ഥയിലേക്ക് പോകുന്നു, വളരെ ടെൻസ്ഡ് ആവുന്നു, ആ ഒരു രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങളൊരു പേഴ്സൺ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് കൂടാതെ നിങ്ങൾ ചിന്തിക്കുന്നു അവരിനി വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു അവസ്ഥയിലാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എയിം എന്താണോ അത് നടക്കാത്തതിൽ നിങ്ങൾ അത്രത്തോളം ഒരു പരിഭ്രമിച്ചിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയാണ്, അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജസ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു സാഹചര്യം, ഈ ഒരു സാഹചര്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു മാറ്റം വരും. അപ്പൊ ആ ഒരു മാറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു എന്താ പറയുക ഈഗർനെസ് അല്ലെങ്കിൽ ഒരു തിടുക്കം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വസ്ഥതയില്ലായ്മ, ആകെ മൊത്തം നിങ്ങൾ ആ ഒരു പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് മാറുക, പുറത്തു കിടക്കുക എന്നുള്ളൊരു കാര്യം കൂടി യൂണിവേഴ്സിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു. ഒരു ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ഒരു 100% ശരി, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് അങ്ങേയറ്റം നീതി പുലർത്തിയിട്ടുള്ളത് നിങ്ങളായിരിക്കാം. പക്ഷേ ആ വ്യക്തി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതെല്ലാം ഉടനെ മനസ്സിലാക്കിക്കൊള്ളണം എന്ന് യാതൊരു ഇതുമില്ല. അപ്പം നിങ്ങൾ അങ്ങനെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയം നിർണ്ണയിക്കുന്നത് ഒരിക്കലും നമ്മളല്ല. നമ്മളുടെ വിധിയിൽ എന്താണ് വരേണ്ടത്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് വന്നു ചേരണം എന്നുള്ളത് നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന ഉയർച്ചകളാണെങ്കിലും താഴ്ചകളാണെങ്കിലും എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതിൻ്റെതായിട്ടുള്ള സമയത്ത് മാത്രമേ അത് നമ്മളിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഇവിടെ അനാവശ്യമായിട്ടുള്ള ഒരു വാശി അല്ലെങ്കിൽ ഒരു ധൃതി, തിടുക്കം, അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എല്ലാ സത്യങ്ങളും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ആഗ്രഹത്തിനപ്പുറം ഒരു വല്ലാത്തൊരു നെഗറ്റീവ് എനർജി ആണ് നിങ്ങളിൽ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റീവ് വൈബ്, അല്ലെങ്കിൽ നിങ്ങളെ പരിഭ്രാന്തമാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ആകെ മൊത്തം ആവലാതിപ്പെടുത്തുന്ന ആ ഒരു എനർജിയും കാര്യങ്ങളെല്ലാം നിങ്ങൾ റിലീസ് ചെയ്ത് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. അതിന് നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു കറക്റ്റ് സമയത്താണ് നിങ്ങളുടെ ലൈഫിലേക്ക്, ആ ഒരു സമയത്ത് വരും. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പല മാറ്റങ്ങളും ഉണ്ടായി, അല്ലെങ്കിൽ അവരിപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനും ചില പർപ്പസുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരിക്കലും ആ ഒരു യൂണിവേഴ്സിന്റെ ഒരു ഫ്രീക്വൻസിയെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പാറ്റേൺ അതുപോലെ തന്നെ പോകാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ നമ്മളായിട്ട് തടസ്സപ്പെടുത്താതിരിക്കുക. അപ്പൊ നമ്മൾ ആ ഒരു എനർജിയിൽ പോകുമ്പോൾ ഇപ്പൊ ഇവിടെയുള്ള ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നടക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും വലുതായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ആ ഒരു തെറ്റിദ്ധാരണയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി കംപ്ലീറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു അവയർനെസ് ഈ ഒരു പേഴ്സണ് തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ കറന്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണ് വേണ്ടുന്ന ഒരു തീരുമാനങ്ങൾ ഇപ്പൊ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് നോക്കി കാണുന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് അവർക്ക് തരാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജെനുവിനിറ്റി ഇവർ മനസ്സിലാക്കുന്നില്ല, ഇതൊക്കെയാണ് നിങ്ങളുടെ ദുഃഖം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മാറ്റം വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു പേഴ്സണിൽ നിന്ന് ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അത്രയും കാര്യമായിട്ട് നിങ്ങളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം അത്രയും അൾട്ടിമേറ്റ് ആയിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം അതൊരു സ്ലോ എനർജിയാണ്, എങ്കിലും അതൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ വന്ന് ഇപ്പോൾ നിങ്ങളെ കബളിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫേക്ക് എനർജിയിൽ അവർ എത്തുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ആ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിൽ ചിലപ്പോൾ
യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ ചില ലെസൺസ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുണ്ടാവാം. അതെല്ലാം മനസ്സിലാക്കി ആ ഒരു റിയൽ ആയിട്ട് എന്താണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള ആ ഒരു ഡെപ്ത് മനസ്സിലാക്കി ആ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് അത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു സക്സസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സക്സസ് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഞാൺമേൽ കളിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളായിട്ട് തന്നെ ഒരുപാട് ഒരു ലോ എനർജിയിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോയി അത്രത്തോളം ഒരു ഹെവി ആയിട്ട് പല കാര്യങ്ങളും തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് യൂണിവേഴ്സിന് ട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഇനി എല്ലാം നിങ്ങളെ തന്നെ, നിങ്ങളുടെ ഒരു ജെനുവിനിറ്റിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് നിങ്ങളിലുള്ള ആ ഒരു എനർജി റിലീസ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ അതൊരു അത്ഭുതം പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ കടന്നു വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വന്നു ചേരുന്നത്. അപ്പോൾ ചിലവർക്കൊരു സ്വഭാവമുണ്ട്, ചില കാര്യങ്ങൾ കിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനടി അത് കിട്ടണം. അത്തരക്കാർക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. പലപ്പോഴും എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന്റെ കയ്യിലാണ് എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ കയ്യിലും ആണെന്നുണ്ടെങ്കിലും എല്ലാം എല്ലാറ്റിൻ്റെയും ഒരു വിധി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫൈനൽ പ്ലാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ കൈകളിലുള്ളതല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പല കാര്യങ്ങളും നമ്മളുടെ ഒരു കർമ്മം അനുസരിച്ചാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു സങ്കടമായാലും സന്തോഷമായാലും അതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു ഓരോരോ റീസൺസ് ഉണ്ട്, നമ്മളുടെ പ്രവൃത്തിയുടെ ഒരു ഫലങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഓവറായിട്ട് നിങ്ങൾ ഇതിനകത്തൊരു ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ഒരു ഹെൽത്ത് മോശമാക്കാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ വല്ലാത്തൊരു നെഗറ്റീവ് വൈബിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഇതൊന്നും ചെയ്തിട്ട് നമുക്ക് തന്നെ ഒരു ഗുണവുമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നിങ്ങളത് ഫ്രീ ആയിട്ട് വിടുക. തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ, നിങ്ങളുടെ ജെനുവിനിറ്റി എന്താണോ അത് മനസ്സിലാക്കേണ്ട സമയത്ത് ആ ഒരു പേഴ്സൺ അത് മനസ്സിലാക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സന്റെ എനർജിയോടൊപ്പം തന്നെ നിങ്ങളുടെ എനർജിയും അത്രത്തോളം വിസിബിൾ ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കുള്ള മാനസിക ഒരു പിരിമുറുക്കമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ആ ഒരു പിരിമുറുക്കം എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാം. ഒരു യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം മാത്രം മതി. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ കുറച്ച് നാൾ കാത്തിരിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. അത് ചിലപ്പോൾ നമ്മുടെ ഒരു കർമ്മത്തിൻ്റെയൊക്കെ ഭാഗമായിരിക്കും. അതല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിൽ നടക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വളരെ സ്റ്റേബിളായിട്ട് ഉറച്ച ഒരു കാൽവെപ്പോടുകൂടി ഇനി നിങ്ങൾ തമ്മിൽ കൂടുതൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിക്കാത്ത തരത്തിൽ അത്രയും സ്ട്രോങ് ആയിട്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ളത് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് സപ്പോർട്ടീവ് എന്ന് പറയുന്നൊരു ക്ലൂ ആണ് കിട്ടുന്നത്. അതുപോലെ 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. വിത്തിൻ 72 hours എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് വരുന്നുണ്ട്. യെസ് പോസിബിൾ. ഓക്കെ, ലെറ്റർ വി. മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. സിംഗിങ് 1982. ട്രൂ ലവ്. ലെറ്റർ ഒ. നമ്പർ 10. October month 1986. White color. Encourages you. Spiritual path. Number 45. May month. Number 32. Number 30. 1988. March month. Letter Y. Yoga.
1987, letter X. Tomorrow, 1984, cooking. Tattoo on hand, charity. Yellow color, Palakkad Jilla. Letter 3, April month. Today ഒരു പോസിബിലിറ്റി ആണ് നമുക്ക് വന്നിരിക്കുന്നത്. നമ്പർ 21, നമ്പർ 47, കണ്ണൂർ ജില്ല. നവംബർ മന്ത്, ഡ്രൈവർ. ചോക്ലേറ്റ് ലവർ. ബ്ലൂ കളർ, ഫോട്ടോഗ്രാഫി. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്.